കാലത്തിൻ്റെ കാലിക തുടർച്ചകളിൽ മനുഷ്യനിങ്ങനെ അവസരങ്ങളുടെയും സമ്പത്തിൻ്റെയും സാഹചര്യങ്ങളുടെയും സ്വാതന്ത്ര്യബോധത്തിൻ്റെയും ഒക്കെ മനോഹരമായ അതിരുകൾക്കപ്പുറം സഞ്ചരിക്കുകയാണ്. അങ്ങനെയൊക്കെ സഞ്ചരിച്ചു പോകുന്ന വഴികളിൽ ഒരുപാട് മനോഹരമായ കാഴ്ചകളുണ്ട്. ഒരുപാട് വളരെ പ്രലോഭനകരമായ സാഹചര്യങ്ങളുണ്ട്. ആസ്വാദ്യതയുടെ അതിർവരമ്പ് ആകാശത്തോളം അതിരുകളില്ലാത്തതുമാണ്. അവിടെ വിലയിരുത്തുന്നതിനും അഭിപ്രായം പറയുന്നതിനും നോക്കിക്കാണുന്നതിനുമൊക്കെ ഒരുപാട് സ്വാതന്ത്ര്യവും മനുഷ്യർക്കാകെയുമുണ്ട്. ഇക്കാലത്ത് ഈ എല്ലാത്തിലുമെന്ന പോലെ ആത്മീയ പ്രഭാഷണം നടത്തുന്നതും ആത്മീയതയുടെ ലോകത്തുകൂടി സഞ്ചരിക്കുന്നതും മറ്റെന്തിനേക്കാളും വലിയ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ശക്തമായ ഒഴുക്കും ആ ഒഴുക്കിൻ്റെ പ്രേരണാഘടകങ്ങളും ആ ഒഴുക്കിൻ്റെ ശൈലിയുമൊക്കെ ഒരു വശത്തേക്ക് നിൽക്കുമ്പോൾ ആ ഒഴുക്കിനെതിരെ അല്ലെങ്കിൽ അതിനെ മറ്റൊരു ദിശയിലേക്ക് ഒന്ന് മാറ്റി സഞ്ചരിപ്പിക്കാനോ അതിൻ്റെ വന്യമായ വേഗതയിൽ ചില മൂല്യങ്ങളുടെ അംശം ചേർത്ത് അത് ആളുകളിലേക്ക് എത്തിക്കാനോ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രയാസകരമായ കാലമാണ്. വസ്ത്രധാരണത്തിൽ, രൂപത്തിൽ, ഭാവത്തിൽ, അവർ സഞ്ചരിക്കുന്ന വീഥികളിലൊക്കെ തന്നെയും മറ്റെല്ലാത്തിനോടും ലയിക്കുന്നതല്ലാത്തതുകൊണ്ടും കാലത്തിൻ്റെ നിറങ്ങൾക്കൊപ്പം വല്ലാത്ത നിറമുള്ളതല്ല എന്ന തോന്നലുകളാലും എല്ലാ മതത്തിലെയും ഈ ആത്മീയതയുടെ അംശം സംസാരിക്കുന്നവരെ വളരെ സവിശേഷമായ രീതിയിൽ ടാർഗറ്റ് ചെയ്യാറുണ്ട്. അവർ ചിലതൊക്കെ പറയുമ്പോൾ അവരുടെ എന്തെങ്കിലുമൊക്കെ പഴയ കാര്യങ്ങൾ എടുത്തോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ചേർത്ത് വെച്ച് നമ്മൾ പലതും പറയാറുണ്ട്. പക്ഷേ തെറ്റ് ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് എല്ലാവരും വളരെ മനോഹരമായ ഭാഷയിൽ പറയുന്നത് ഒരു തമ്പ്രൂളായി നടപ്പിലാക്കിയാൽ പിന്നെ ഈ ആത്മീയതയുടെ അംശം പറയാനൊക്കെയുള്ള അവകാശം പ്രവാചകന്മാരോട് അവസാനിച്ചു എന്ന തരത്തിലേക്ക് സമ്മതിക്കേണ്ടിയും വരും. പക്ഷേ പലപ്പോഴും ജീവിതങ്ങളിൽ അങ്ങനെ അല്ലാത്ത ഒരുപാട് അനിവാര്യ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഞാനിത് പറഞ്ഞത് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളോടും പണ്ഡിതന്മാരോട് വിയോജിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ആ വിയോജിപ്പുകൾക്കൊക്കെ ഇടയിലൂടെ അവർ പങ്കുവെച്ചു പോകുന്ന, അവരുൾക്കൊള്ളുന്ന ഒരു സ്പേസ് ഉണ്ട്. അവർ സഞ്ചരിച്ചു പോകുന്ന വഴികളിൽ ചിലർക്കൊക്കെയും അതിൽ സാമ്പത്തിക താല്പര്യങ്ങളും സംഘടനാ വൈരാഗ്യങ്ങളും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ പോലും മറ്റു കുറേ ആളുകൾ എല്ലാ മതങ്ങളിലും വളരെ നിശബ്ദമായ വേദനയോടെ കണ്ണു നിറഞ്ഞ് പലതും പറഞ്ഞു വെച്ചാണ് കടന്നു പോകുന്നത്. അവർ പോകുമ്പോൾ അവർക്ക് അവരുടെ ദൗത്യം ശബ്ദത്തിലൂടെ, ആശയത്തിലൂടെ, സ്വാഭാവികമായ ഹൃദയവികാരത്തിലൂടെ പങ്കുവെക്കാനായി എന്ന് തൃപ്തിയോടെ മടങ്ങാനാവും. പക്ഷേ ഊഴം കാത്തിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കേട്ടിട്ടും അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും എന്തു ചെയ്തു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ ഗൗരവമുള്ളതാണ്. മറുപടി നാവ് ചലിക്കുമ്പോഴും ശബ്ദമുണ്ടാവുമ്പോഴും നമുക്കെന്തും പറയാം. എന്നാൽ അത് നിശബ്ദമായി കഴിഞ്ഞൊരു വിലയിരുത്തലിന് വിധേയമാവുമ്പോൾ പിന്നെ നിസ്സഹായതയോടെ പലതും തിരുത്താനായില്ല എന്ന് പറയേണ്ടി വരും. ഞാനിതൊക്കെ ആലോചിച്ചത് ഇന്നത്തെ ദിവസം സാമൂഹ്യ മാധ്യമത്തിലൂടെ ഹാഫിൽ മസ്ഊദ് സഖാഫി ഗൂഡല്ലൂർ എന്ന് പറയുന്ന ഒരു ഉസ്താദിൻ്റെ പടച്ചതമ്പുരാൻ്റെ റഹ്മത്തിലേക്കുള്ള മടക്കത്തെക്കുറിച്ച് പലരും ഇങ്ങനെ എഴുതിയും പറഞ്ഞുമൊക്കെ കാണുന്നുണ്ട്. ആ പറഞ്ഞുപോയ ആളിൻ്റെ അവശേഷിപ്പിച്ചു പോയ ചില ശബ്ദങ്ങളും പ്രഭാഷണ ശകലങ്ങളും കേൾക്കാനായി നമുക്കൊക്കെയും ബാക്കിയാവുന്നത് ഇത്തരം ചിന്തകളും കർമ്മങ്ങളും നന്മയ്ക്ക് വേണ്ടിയുള്ള വർത്തമാനവുമാണ് എന്ന ബോധ്യം നമ്മളെ നയിക്കേണ്ടതുണ്ട്. അവസാനമെടുക്കുന്ന ശ്വാസവും ഇവിടെ ഉപേക്ഷിച്ചാണ് പോകുന്നത്. വളരെ ആഡംബരത്തോടെയും അഹങ്കാരത്തോടെയും തൃപ്തിയോടെയുമൊക്കെ അണിയുന്ന വസ്ത്രങ്ങളും നമ്മൾ ആഡംബരമായും അഭിമാനമായും അടയാളചിഹ്നങ്ങളായി ഉപയോഗിച്ചുകൊണ്ട് പോകുന്നതൊക്കെയും നാളെ ഒരു കൂട്ടം മനുഷ്യർക്ക് നോക്കിക്കരയാനും ഓർത്ത് കരയാനുമുള്ള അവശിഷ്ടങ്ങൾ കൂടിയാണ്. മടങ്ങിയത് മടങ്ങുക തന്നെ ചെയ്തു, മടങ്ങുകയും ചെയ്യും. പക്ഷേ പറഞ്ഞു വെക്കുന്നത് അവിടെ അവശേഷിക്കും. അങ്ങനെ പറഞ്ഞിട്ട് പോയ ചില വാക്കുകൾ പടച്ചതമ്പുരാൻ അദ്ദേഹത്തിന് പോയ വഴി അനുഗ്രഹത്തിൻ്റേതും തൃപ്തിയുടേതുമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ജീവിച്ചിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും
നമ്മുടെ അന്ത്യം അതും പടച്ചവൻ്റെ തൃപ്തിയിലായി അവസാനിക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നിഷ്കളങ്കമായ നന്മയോടെ ഈ പറയുന്ന മൂല്യങ്ങൾക്ക് വേണ്ടി നിലപാട് കൈക്കൊള്ളുന്ന പണ്ഡിതന്മാരെ, എല്ലാ മതത്തിലെയും ആത്മീയ നേതാക്കളെ ആരോഗ്യത്തോടെ നല്ല ഊർജ്ജസ്വലതയോടെ സമൂഹത്തിൽ നിലനിർത്തട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാര്യമായി നമ്മളോട് സൂക്ഷിക്കാൻ പറഞ്ഞൊരു അവയവമാണ് കണ്ണ്. ഖുർആനിലും തന്നെ മൂമിനീങ്ങളോടും മൂമിനാത്തുകളോടും 2 ആയത്തിലായി അല്ലാഹു തആല വേറിട്ട് ഉപദേശിച്ചൊരു ഉപദേശം കൂടിയാണത്. ഖുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. വിശ്വാസികളോട് പറഞ്ഞു കൊടുക്കി നബിയെ, കണ്ണ് നോക്കാൻ പാടില്ലാത്തത് നിന്ന് കണ്ണ് ചിമ്മട്ടെ. അപ്പൊ സ്വകാര്യതകൾക്ക് വലിയ സംരക്ഷണം കിട്ടും. കണ്ണുകൊണ്ട് നോട്ടം കാണുമ്പോ മനുഷ്യന്റെ ശഹ്വത്ത് പിന്നെ കൂടി 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 വരും. ആദ്യം ഒരു കാഴ്ചയാണ്, പിന്നെ തോന്നും പിന്നൊന്നും കൂടി കാണണമെന്ന്, പിന്നെ തോന്നും അടുത്തുനിന്ന് കാണണമെന്ന്, പിന്നെ തോന്നും ഒന്ന് സംസാരിക്കണമെന്ന്, പിന്നെ തോന്നും ഒന്ന് സ്പർശിക്കണമെന്ന്, പിന്നെ ബാക്കി എല്ലാം പടിപടിയായി തോന്നിപ്പോകുന്നു. തുടക്കം നോട്ടമാണ്. നിസ്കരിക്കാത്തവർക്ക് വിജയമില്ലേ? ഇല്ലേ, ഇല്ല. ഏറ്റവും കൂടുതൽ മരണത്തിന്റെ നേരത്ത് പ്രയാസപ്പെടുന്ന മനുഷ്യൻ നിസ്കാരം പരിഗണിക്കാത്തവനാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. യാത്രയിലാണെങ്കിലും ശരി, നാട്ടിലാണെങ്കിലും ശരി, രോഗിയായിട്ടാണെങ്കിലും ശരി, നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. അതിന് വിട്ടുവീഴ്ച വരുത്തുന്ന സ്വഭാവം ഉണ്ടായിക്കൂടാ. കറക്റ്റ് നിസ്കരിക്കുന്ന കുടുംബമാണോ? നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിക്കോ. ബറക്കത്തിനൊരു കുറവുണ്ടാകൂല. നിസ്കാരം കളാക്കുന്ന ആളുകൾ ഇടക്കിടക്ക് അവിടെ കയറി വിസിറ്റ് ചെയ്യുന്നുണ്ടോ? എന്നാൽ ബറക്കത്തിന് നല്ലോണം കുറവും കാണും. നമ്മൾ മാത്രം, ഒരാൾ വീട്ടിൽ ഉപ്പ മാത്രം നിസ്കരിക്കുന്നുണ്ട് പോരാ, ഉമ്മ മാത്രം നിസ്കരിക്കുന്നുണ്ട് പോരാ. നിസ്കാര പ്രായമെത്തിയ മെമ്പർമാര് മുഴുവനും നിസ്കരിച്ചോളണം. വീട്ടിലേക്ക് പുതുതായി കടന്നു വന്നിട്ടുണ്ട് ഒരു മരുമകള്, മകന്റെ ഭാര്യ, അവരും നിസ്കരിക്കണം. എല്ലാവരും നിസ്കരിക്കണം.